നമസ്കാരം. ജന്മനാട്ടിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളെ നയിക്കാൻ ധൈര്യത്തോടെ ശബ്ദമുയർത്തി മുന്നോട്ട് വന്ന ഒരു സാധാരണ നാടക അഭിനേത്രിയുടെ ഏതാനും ജീവിത സന്ദർഭങ്ങളാണ് ഞാൻ ലഘുവായ ഒരു മോണാക്ട് രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അരങ്ങിലെ സ്പന്ദനങ്ങൾ അറിഞ്ഞതിലും അപ്പുറം അന്തിമ പോരാട്ടത്തിന്റെ കാഹളമാണ് നമ്മുടെ ചെവികളിൽ മാറ്റൊല്ലിക്കൊള്ളുന്നത്. അമ്മ രാജ്യത്തിന്റെ മോചനത്തിനായി നാം കൊടുക്കേണ്ടി വരുന്ന വില സ്വജീവനാണെങ്കിൽ ഈ രണഭൂമിയിൽ അഭിമാനത്തോടെ നമുക്ക് രക്തസാക്ഷികളാകാം. സാമ്രാജ്യത്ത് അധിനിവേശത്തിന് വഴങ്ങിക്കൊടുക്കാത്ത ഒരു മനസ്സ് ഝാൻസിക്കും അതിന്റെ ഭരണാധികാരിയായ ഈ റാണി ലക്ഷ്മിഭായിക്കുമുണ്ടെന്ന് അവരറിയട്ടെ. എന്റെ സുധാമണി, നീ എന്താ ഈ കാണിക്കുന്നത്? നാടകം കഴിഞ്ഞിട്ട് അരമണിക്കൂറായി, ഇപ്പോഴും നീ ഡയലോഗ് പറഞ്ഞോണ്ട് നിക്ക? ഇത് കൊള്ളാലോ. നീ ആ വേഷമെങ്കിലും ഒന്ന് അഴിച്ചു വെക്ക എന്റെ സുധാമണി. വാസിട്ടാ, എന്താണെന്ന് അറിയില്ല, ഈ വേഷത്തിനുള്ളിൽ നിൽക്കുമ്പോ എന്താണെന്ന് അറിയില്ല, എനിക്ക് വല്ലാത്ത ധൈര്യ. ഈ വേഷം കഴിച്ചു വെച്ച് പച്ചയായ ജീവിതത്തെ സമീപിക്കുമ്പോ പേടിയാ എനിക്ക്. എന്താണെന്ന് അറിയില്ല, വല്ലാത്ത പേടിയാ. പേടിക്കും സുധാമണി, പേടിക്കും. നീ മാത്രല്ല, നമ്മുടെ കോളനിയിലെ ഓരോ കുഞ്ഞും പേടിക്കും. ആ തമ്പിയും കൂട്ടരും നമ്മെ നമ്മുടെ കോളനിയിൽ നിന്നും ഒഴിപ്പിച്ചു വിടാൻ നോക്കുകയല്ലേ. ഇതെന്താ അത് കാക്കണത്? ഞമ്മളിവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോണെന്ന് പറഞ്ഞാ ഇതെങ്ങടാ പോണത് ഞമ്മള്? ഇത് കൊള്ളാലോ. ഇജെന്താ സുധാമണിയെ മുണ്ടാണ്ട് നിക്കണേ? ഇജ് മുണ്ടാണ്ട് നിക്കരുത് സുധാമണിയെ, മുണ്ടാണ്ട് നിക്കരുത്. നാടകത്തിലെ രാജാത്തിയുടെ വേഷം കിട്ടുമ്പോഴത്തെ അന്റെ കരുത്ത് ആ മൊശടന്മാർക്ക് നേരെ സമരം ചെയ്യിക്കാനെ കൊണ്ട് ഈ കാണുന്ന നാട്ടാർക്കൊക്കെ വേണം. ഞമ്മളുണ്ട് സുധാമണി എന്റെ കൂടെ, ഞമ്മളുണ്ട്. ഇല്ല നബീസുമ, ഇല്ല. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇല്ല. ഇന്ന് വരെ ഈ സുധാമണി ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദം അകറ്റാനാണ് ജീവിച്ചതെങ്കിൽ ഇന്നു മുതൽ ഇതാ ആശ്രയമറ്റ് നിരാരംഭരായ ഒരു കൂട്ടം ജനങ്ങളുടെ സമരമുഖം എനിക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാൻ സുധാമണിയായല്ല, അരങ്ങിലെ ശൂരയായ ഝാൻസി റാണിയായി തന്നെ. സുധാമണി മോളെ, സുധാമണി എവിടെ എന്റെ മോള്? മോളിങ്ങടുത്ത് വാ, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. മോളെ, പുറമ്പോക്ക് ഭൂമിയിൽ ജീവിക്കണോ നമ്മള്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഈ കുട്ടിക്ക്. പണ്ട് ഒരുപാട് സമരമുഖങ്ങളിൽ നേതൃത്വം നയിച്ചിട്ടുള്ളവനാ ഈ അച്ഛൻ. അതുകൊണ്ട് പറയാ, ഈ അച്ഛന്റെ ഗതികേട് എന്റെ മോക്ക് വരരുത്. അതുകൊണ്ട് ഈ അച്ഛൻ പറയണത് എന്റെ മോള് കേൾക്കണം. ഇല്ല അച്ഛാ, ഇല്ല. ഒരുപാട് സമരമുഖങ്ങൾ നേതൃത്വം നയിച്ചിട്ടുള്ളവനല്ലേ എന്റെ അച്ഛൻ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നത്? എന്നോട് ഇങ്ങനെ ഒന്നും പറയരുതേ അച്ഛാ. അച്ഛാ, ചങ്കൂരത്തോടെ തന്നെ നമ്മൾ എതിർത്ത് നിൽക്കും, നമ്മുടെ മണ്ണിലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ആ നാടകക്കാരി സുധാമണിയാ നമ്മുടെ പദ്ധതികളെല്ലാം തകർത്ത് കളഞ്ഞത്. ആ കോളനിയിലെ വിവരം കെട്ട മനുഷ്യർക്ക് ഓളാ നേതൃത്വം കൊടുക്കുന്നത്. അരങ്ങിലാടുന്ന വേഷം അതേ തീവ്രതയോടെ സമൂഹത്തിൽ പകർന്നാളാമെന്നാ ഓളുടെ വിചാരം. അനുവദിക്കില്ല ഞാൻ. ഈ തമ്പിക്ക് ജീവനുള്ളിടത്തോളം കാലം അനുവദിക്കില്ല. ഇന്ന് രാത്രി ഝാൻസി റാണിയായ സുധാമണി അരങ്ങ് തകർക്കുമ്പോൾ നിങ്ങൾ ആ കോളനിയിൽ കയറി കൂടണം, എന്നിട്ട് തകർക്കണം, കത്തിച്ച് ചാവലാക്കണം. ഒറ്റേണതിനെ പോലും വെറുതെ വിടരുത്, കേട്ടല്ലോ? ഓക്കെ മുതലാളി. ഹലോ 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 ഹലോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാടകം ആരംഭിക്കുകയായി. ഝാൻസി റാണി പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഒരു തുണ്ട് കടലാസിൽ തിട്ടോരം കുറിച്ചു വെച്ചാൽ ഈ ഝാൻസി റാണി വെള്ളക്കാർക്ക് മുമ്പിൽ അടയാളവ് പറയുമെന്ന് കരുതിയോ? ഇല്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ജീവിതത്തോട് പോരാടുന്ന ദരിദ്ര നായാളന്മാരെ അവരുടെ വസതികളിൽ നിന്നും ആട്ടിയോടിച്ച് അവിടെ ഉദ്യാനവും കളിപ്പയും ആഡംബര വസതിയും നിർമ്മിച്ച് വെള്ളക്കാർക്ക് ആഘോഷിക്കാനുള്ളതല്ല എന്റെ അമ്മരാജ്യത്തിന്റെ മണ്ണ്. ആരെങ്കിലും കൊന്നോടി പറഞ്ഞേ, ആരെങ്കിലും കൊന്നോടി പറഞ്ഞേ. അല്ലോ മാണ്ട മോനെ, മാണ്ട. ഞമ്മടെ സുധാമണിന്റെ പോലെ കത്തിക്കല്ല മോനെ, കത്തിക്കല്ല, കത്തിക്കല്ലേ. മാണ്ട, വേണ്ട. പത്രികളെ അതിലെ ഇന്നിട്ട് അടക്കാൻ വയ്യാത്തൊരച്ഛനുണ്ടല്ലോ.
ദേശാഭിമാനികൾ നമ്മെ മാടി മാടി വിളിക്കുന്നു. അവർ കൊളുത്തിവെച്ച തീപ്പന്തങ്ങൾ ഏറ്റുവാങ്ങി സാമ്രാജ്യത്തിന്റെ സുധാമണി, എന്താ എന്താ നീ വീണത്? എന്തുണ്ടായി? ചേച്ചി ചേച്ചി, എന്താ എന്ത് പറ്റി? ഒന്നുമില്ല 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 എനിക്ക്. ചേട്ടാ, എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീട്ടിൽ പോണം. സുധാമണി, നീ ആ വേഷമെങ്കിലും ഒന്ന് അടിച്ചു വെക്ക്. ഇല്ല ഇല്ല വാസുവേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, എനിക്ക് എന്റെ വീട്ടിൽ പോണം. പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞല്ലേ എന്റെ അച്ഛനെ. എന്താ എന്താ എന്റെ അച്ഛൻ നിങ്ങളോട് ചെയ്ത തെറ്റ്? ജീവനുണ്ടായിരുന്ന കാലം മുഴുവനും നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചതാണോ എന്റെ അച്ഛൻ ചെയ്ത തെറ്റ്? സുധാമണിയെ ഞമ്മളെ കൊണ്ടോട് ആവണത് നോക്കി പറ്റിയില്ല എന്റെ സുധാ. മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്. ഞാൻ ഝാൻസി റാണിയാണ്, സുധാമണിയല്ല. ഞാൻ സുധാമണിയല്ല, ഞാൻ സുധാമണിയല്ല, ഝാൻസി റാണിയാണ്. ഇന്ന് ഈ ഝാൻസി റാണി ഇവിടെ വെച്ച് പറയുന്നു, എന്റെ അച്ഛനോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് മാപ്പില്ല ഒരുത്തനും, മാപ്പില്ല ഒരുത്തനും. ഞാൻ ഝാൻസി റാണി ഇന്നിതാ ഒരു പുതിയ സമരമുറയ്ക്ക് തുടക്കം കുറിക്കുന്നു. എന്റെ അച്ഛനോട് ചെയ്ത ഈ കൊടു ക്രൂരതയ്ക്ക് നിങ്ങളിൽ എത്ര പേര് എന്നോടൊപ്പം ഉണ്ടാകും? എത്ര പേർ?